ഹായ് ഓൾ, ഇന്ന് നമുക്ക് ഇതുപോലുള്ള ഹൂപ്പ് വെച്ചിട്ട് എങ്ങനെ നമ്മുടെ ഡ്രസ്സിന് മാച്ചായിട്ട് ഷുഗർ ബീഡ്സൊക്കെ വെച്ചിട്ട് ഒരു റിങ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ റെഡ് ഷുഗർ ബീഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കണ്ടോ, അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ലുക്കിലാണ് കേട്ടോ വരിക. നമ്മുടെ ഡ്രസ്സിന് മാച്ച് ആക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തെ ഹൂപ്സാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഒന്നെടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഗോൾഡൻ കോപ്പർ വയർ, പിന്നെ ഇത് ക്യാപ്പാണ് കേട്ടോ, എൻഡ് ക്യാപ്പാണ്. അത് അത്രയും മാത്രമേ നമുക്കിതിന് ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഏകദേശം ഒരു 15 ഇഞ്ചോളം നീളം വരുന്ന ഒരു പീസിനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കോപ്പർ വയർ 15 ഇഞ്ചോളം വരുന്ന ഒന്നിനെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ നമ്മുടെ എൻഡ് ക്യാപ്പിൻ്റെ ഉള്ളിലൂടെ കോപ്പർ വയറിനെ ഇട്ടിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ. ശേഷം ഞാൻ ആ എൻഡ് ക്യാപ്പിൻ്റെ അടുത്തായിട്ട് ഇതിനൊന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട്. അത് നല്ല രീതിക്ക് അവിടെ ടൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്രയും ചെയ്തെടുത്തു. ഇനി നമ്മൾ ഫുള്ളായിട്ട് ഇതിലേക്ക് ഷുഗർ ബീഡ്സിനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഷുഗർ ബീഡ്സ് ഞാനിങ്ങനെ കയ്യിലേക്ക് എടുത്തിട്ട് നമ്മുടെ കോപ്പർ വയറിൽ ഇതുപോലെ ഇങ്ങനെ കോർത്തെടുത്താൽ മതി. വളരെ സിമ്പിളായിട്ട് നമുക്ക് കോർത്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് ഞാനൊന്ന് കോർത്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് കോർത്തെടുത്തതിന് ശേഷം നമുക്കിത് ഹൂപ്പിലൂടെ ചുറ്റി കൊടുക്കാം. അപ്പോൾ ഓവർ ലൂസായിട്ട് നമ്മുടെ ബീഡ് അകന്ന് നിൽക്കാൻ പാടില്ല. കുറച്ച് ടൈറ്റ് ആക്കിയിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കുക കേട്ടോ. നമ്മുടെ ആ ഒരു പിടുത്തം കറക്റ്റ് ആവണം. നമ്മൾ വലത്തെ കയ്യിൽ പിടിക്കുന്നില്ല, ബീഡ് ബാലൻസ് ചെയ്ത് പിടിക്കുന്നില്ലേ, അത് കറക്റ്റ് ആവണം കേട്ടോ. എന്നിട്ട് നമുക്കിതിങ്ങനെ ചുറ്റിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ കോപ്പർ വയർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ റൗണ്ടും ഒരേ അളവിലായിരിക്കാനും ശ്രദ്ധിക്കണേ. ഒന്ന് വലുതും ഒന്ന് ചെറുതും ആവാതെ ഒരു യുണീക്കായിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ഷുഗർ ബീഡ് കോർത്തിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഇതിന് അത്യാവശ്യം നല്ല രീതിക്ക് ഷുഗർ ബീഡ്സ് വേണം. ഒരു പാക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ നമുക്കിതുപോലെ 2 ഹൂപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടി വരും. ഇത്രയും ഇങ്ങനെ റൗണ്ടിൽ ചെയ്ത് കൊണ്ടുവരണമല്ലോ. അപ്പോൾ ഞാൻ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് കേട്ടോ, 2 സൈഡിലും ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇതിനെ ചുറ്റിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും മതിയാവും. ഇനി നമുക്ക് ഇത് എൻഡിൽ എങ്ങനെയാണ് ഫിനിഷ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ എത്തിയിട്ട് ഞാനിതിനൊന്ന് വെറുതെ 2-3 ചുറ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ 2-3 ചുറ്റ് വെറുതെ കൊടുത്തതിന് ശേഷം നമുക്കിതിനെ കട്ട് ചെയ്ത് ഒഴിവാക്കാം ബാക്കിയുള്ളതിന്. എന്നിട്ട് ഞാനിതിലേക്ക് ഒരു ക്യാപ്പും കൂടെ മറ്റേ എൻഡിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ക്യാപ്പ് ഇട്ട് കൊടുത്താൽ ഇതിങ്ങനെ മൂവ് ചെയ്യുന്നത് നമുക്ക് ഒഴിവാക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ നമ്മൾ ചുറ്റി കൊടുത്ത ആ ഒരു വയർ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ നിന്നോളൂ കേട്ടോ. അപ്പോൾ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ആ കമ്പിയിലേക്ക് കുറച്ച് കയറ്റി വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ. അപ്പോൾ നമ്മൾ ചെയ്തെടുത്ത റിങ് ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. നമുക്ക് ഓരോ ഡ്രസ്സിന് മാച്ചാക്കിയിട്ടും ഇതിനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. സെൻറ്ററിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു ജുമുക്കയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ആ ഒരു മോഡലും ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.